മദ്യം വീടുകളിൽ എത്തിച്ചു നൽകാനുള്ള പദ്ധതിക്കെതിരെ KCBC സർക്കാരിന്റേത് വ്യാമോഹം മാത്രമാണ്. ശക്തമായ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരും. ഓണത്തിന് അവശ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ പറ്റാതെ നട്ടം തിരിയുന്ന സർക്കാരിന്റെ ഓണം ഓഫറായി നീക്കത്തെ കാണേണ്ടി വരുമെന്നും KCBC കുറ്റപ്പെടുത്തി. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, മദ്യം വീട്ടിലെത്തിച്ചു നൽകുക എന്ന ആ ഒരു പ്ലാൻ, ആ പദ്ധതിക്കെതിരെ അതിരൂക്ഷമായാണോ KCBCയുടെ പ്രതികരണം? ദിവ്യ, മദ്യവിൽപ്പന ഓൺലൈനാക്കാൻ സർക്കാരിന് മുമ്പിൽ ബെവ്കോ അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ മാസമാണ് ഈ അപേക്ഷ നൽകിയത്. ഇത് ഇന്ന് വാർത്തയും പുറത്തു വന്നിരുന്നു. മദ്യം ഓൺലൈനായി എത്തിക്കാൻ സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള കമ്പനികൾ താല്പര്യം അറിയിച്ചതായും ബെവ്കോ അധികൃതർ പറഞ്ഞിരുന്നു. ഏതായാലും ഈ പദ്ധതിക്കെതിരെയാണ് ഇപ്പോൾ KCBC രംഗത്ത് വരുന്നത്. മദ്യം വീടുകളിൽ എത്തിച്ച് നൽകാമെന്നത് സർക്കാരിന്റെ വ്യാമോഹം മാത്രമാണെന്നും ശക്തമായ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നുമാണ് KCBCയുടെ മദ്യവിരുദ്ധ സമിതി പറയുന്നത്. മദ്യനയത്തിൽ ഇടതുപക്ഷം ജനപക്ഷമായി മാറണമെന്നും ഒന്ന് പറയുകയും മറ്റൊന്ന് നടപ്പിലാക്കുകയും ചെയ്യുന്ന പരിപാടി അത് നിർത്തുകയും ചെയ്യണമെന്നാണ് KCBCയുടെ മദ്യവിരുദ്ധ സമിതി പറയുന്നത്. ഒപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളിൽ മുന്നേറ്റം നടത്തുമ്പോൾ, മദ്യവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുമായി മുന്നേറ്റം നടത്തുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന നയമാണ് മദ്യത്തിന്റെ ഡോർ ഡെലിവറി നീക്കമെന്നും KCBC കുറ്റപ്പെടുത്തുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നുകളും നാടിന്റെ മുക്കിലും മൂലയിലും യഥേഷ്ടം ലഭിക്കുന്നുണ്ട്. മദ്യശാലകളിൽ എത്താത്തവരെയും കുടിപ്പിച്ചു കിടത്താനുള്ള ഈ നയം അത് ഇടതുപക്ഷ നയത്തിന് യോജിച്ചതാണോ എന്ന് ചിന്തിക്കണമെന്നും ജനവിരുദ്ധ മദ്യനയം സർക്കാരിനെ ഗുരുതരമായും ബാധിക്കുമെന്നും KCBC പറയുന്നുണ്ട്. ഓണത്തിന് അവശ്യ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ പറ്റാതെ നട്ടം തിരിയുന്ന സർക്കാരിന്റെ ഓണം ഓഫറായി മദ്യത്തിന്റെ ഡോർ ഡെലിവറി നീക്കത്തെ കാണേണ്ടി വരുമെന്നും KCBC മദ്യവിരുദ്ധ സമിതി രൂക്ഷമായി തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്.